ഓം ശാന്തി. ഇന്ന് വിജയദശമിയാണല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും വിജയദശമി ആശംസകൾ. വിജയദശമി നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് വിജയദശമിയും അടച്ചുപൂജയും ആയുധപൂജയും നമുക്കാർക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാവുന്നൊരു ദിവസങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ രഹസ്യം എന്ത് എന്നറിയേണ്ടത് കൂടി അത്യാവശ്യമല്ലേ. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ അടച്ചുപൂജ, പുസ്തകം പൂജ വയ്ക്കുക, അത് ആദ്യം ദിവസം നമ്മൾ പുസ്തകം പൂജ വയ്ക്കുന്നു, എന്നുവെച്ചാൽ നമ്മുടെ വിദ്യയെ പൂജ വയ്ക്കുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ ആയുധങ്ങളെ പൂജ വയ്ക്കുന്നു. മൂന്നാമത്തെ ദിവസം നമ്മളതെല്ലാം എടുത്തുകൊണ്ട് വിജയദശമിയായി വിദ്യയെയും കലയെയും ജീവിതത്തിലേക്ക് ആവാഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ 3 ദിവസം ഇങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നത്? ദേവിയുടെ മുന്നിൽ, വിദ്യാദേവിയായിരിക്കുന്ന സരസ്വതിയുടെ മുന്നിൽ തൻ്റെ എല്ലാ സമർപ്പണവും നടത്തുന്നതും ആ സമർപ്പണത്തിന് ശേഷം അതിനെ തിരിച്ചു സ്വീകരിക്കുന്നതുമാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. തീർച്ചയായും ഈ സൃഷ്ടിയുടെ മുഴുവൻ വിദ്യയ്ക്ക് ആധാരം അഥവാ നാദത്തിന് ആധാരമായിരിക്കുന്ന പരബ്രഹ്മം, ഓംകാരപ്പൊരുളായിരിക്കുന്ന പരമാത്മാ, ആ ജ്യോതിസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ മുന്നിൽ ജീവാത്മാവിൻ്റെ സമർപ്പണത്തോടെ ജീവാത്മാവിൻ്റെ സമ്പൂർണ്ണ വിജയത്തിലേക്കുള്ളതായിരിക്കുന്ന യാത്രയുടെ സ്മൃതിയാണ് നമ്മൾ ആഘോഷിക്കുന്നതായിരിക്കുന്ന ഈ വിജയദശമി ആഘോഷം. തീർച്ചയായിട്ടും ഒരിക്കൽ എല്ലാ ജീവാത്മാക്കളും അവരുടെ കലകളെ, വിദ്യയെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച ശേഷം അതിൽ സമ്പൂർണ്ണതയെ കൈവരിപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യയും നേടാനുള്ളതായിരിക്കുന്ന ആദ്യത്തെ ചുവട് സമർപ്പണമാണ്. ഒരു കാര്യം നമുക്ക് പുതുതായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിലും, എനിക്ക് എല്ലാം അറിയുന്നവനാണ് എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ടുള്ളതായിരിക്കുന്ന ജീവിതം അവിടെ അവസാനിച്ചു എന്ന് വേണം പറയാനായിട്ട്. പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നമ്മുടെ മറ്റെല്ലാത്തിനെയും മറന്നുകൊണ്ട് ഏതാണോ സോഴ്സ്, ഏതാണോ സ്രോതസ്, എവിടെ നിന്നാണോ ആ ജ്ഞാനത്തിൻ്റെ ഉറവിടം, അതിനെ പൂർണ്ണമായി ആ രീതിയിൽ ഉൾക്കൊള്ളുമ്പോഴേ ഒരു വിദ്യയെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് വിദ്യ അതിൻ്റെ പൂർണ്ണഭാവം വിനയത്തിലൂടെ മാത്രമാണ് കൈവരിക്കുന്നത്. ഒരാൾക്ക് അഹങ്കാരം വരുന്നതോടുകൂടി ആ വിദ്യ അതിൻ്റെ എല്ലാ സുഖവും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് ഉപയോഗമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ടാണ് വർഷത്തിലൊരിക്കൽ സമർപ്പണം ഈ കാലചക്രത്തിൽ ഒരിക്കൽ മാത്രം പരമാത്മ സൃഷ്ടിയിൽ അവതരിക്കുന്നതായിരിക്കുന്ന സമയത്ത് എല്ലാ ജീവാത്മാക്കളും അവരുടെ ഏതൊക്കെ അറിവുകൾ, കഴിവുകൾ, എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ എല്ലാം ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരനിൽ നിന്നും അതിലെല്ലാം തന്നെ ദിവ്യതയെ നിറച്ച് ആത്മാവ് തൻ്റെ അന്തർനേത്രത്തിലൂടെ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് അടച്ചുപൂജയിൽ ഇരുന്നു കൊണ്ട്, എന്നുവെച്ചാൽ അർത്ഥം ഈ ഇന്ദ്രിയങ്ങളെല്ലാം അടച്ചു വെച്ചുകൊണ്ട്, കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് മണക്കുന്നത്, രുചിക്കുന്നത്, ഇന്ദ്രിയങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മുക്തനായിക്കൊണ്ട് തൻ്റെ സമ്പൂർണ്ണ സമർപ്പണം ജീവാത്മ പരമാത്മാവിൻ്റെ മുന്നിൽ നടത്തുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന സമർപ്പണം. അവിടെ അവരുടെ സ്പെഷ്യാലിറ്റീസ്, നന്നായി പാടുന്നവരുണ്ടാവാം, നന്നായി പ്രസംഗിക്കുന്നവരുണ്ടാവാം, പല വിധത്തിലുള്ളതായിരിക്കുന്ന കലയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഈശ്വരൻ്റെ കഴിവുകളുടെ മുന്നിൽ, ഈശ്വരൻ്റെ വരദാനത്തിലെ ഒരംശം മാത്രമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനിൽ നിന്ന് അവർക്ക് കിട്ടിയതായിരിക്കുന്ന ആ ഒരു കലയെ, ഇത് എനിക്ക് ഈശ്വരൻ തന്നതാണെന്നുള്ളതായിട്ടുള്ള ഭാവത്തോടു കൂടി ഈശ്വരീയ സേവനത്തിന് വേണ്ടി, മാനവ സേവനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ ആ സമർപ്പണമാണ് നമ്മൾ പുസ്തകം പൂജ വയ്ക്കുന്നതോടുകൂടി ചെയ്യുന്നത്. അതിൽ തൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടാവാം, കഴിവുകൾ ഉണ്ടാവാം. അതേസമയം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നതും അവൻ്റെ വിദ്യ അഥവാ അറിവ് തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ സങ്കല്പത്തിൻ്റെ ശക്തിയാണ് അവനെ ലോകത്തിലേത് അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുന്നത്. ഏത് ഉയർച്ചയിലേക്ക് പറന്ന ആളുകളുടെ ജീവിതം നോക്കിയാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ സങ്കല്പത്തിൻ്റെ ശക്തിയാണ്. ആ സങ്കല്പത്തിൻ്റെ ശക്തി ആർജിക്കുന്നതാവട്ടെ ശാന്തിയുടെ ശക്തിയിൽ നിന്നാണ്. ആ ശാന്തിയുടെ ശക്തി ആർജിക്കണം എന്നുണ്ടെങ്കിൽ അടച്ചുപൂജ നിർബന്ധമാണ്. അതാണ് ആയുധങ്ങളും പുസ്തകവും നമ്മൾ സമർപ്പിച്ചുകൊണ്ട് അടച്ചുപൂജ ചെയ്യുന്നത്. അടച്ചുപൂജ എന്ന് വെച്ചാൽ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ എന്താ? എന്തുകൊണ്ടാണ് കുട്ടികളോട് ഇന്നത്തെ ദിവസം പഠിക്കേണ്ട, ഇന്നത്തെ ദിവസം പണിയെടുക്കണ്ട എന്നൊക്കെ പറയുന്നത്? ഭൗതികമായിരിക്കുന്ന തൻ്റെ കർമ്മങ്ങളിൽ നിന്നുള്ള വിഡ്രോവലിനൊപ്പം
തൻ്റെ മനസ്സും ബുദ്ധിയും ആ പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരനിൽ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ഇത് ഈശ്വരൻ്റെ വരദാനമാണ്, എൻ്റെ സ്വന്തമല്ല എന്ന ഭാവത്തോടുകൂടി അതിനെ സ്വീകരിക്കുക. അതിന് നമുക്ക് ഇന്ദ്രിയങ്ങൾക്കുപരിയായി, ഈ ദേഹത്തിനുപരിയായി, ഈ കൂട്ടിലിരിക്കുന്ന അഥവാ ഈ സിംഹാസനത്തിലിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റണം. യഥാർത്ഥ ഞാൻ എന്നെ ഈശ്വരനുമായിട്ടുള്ള സമാഗമത്തിൽ കൊണ്ടുവരണം. ഇങ്ങനെ കാലചക്രത്തിൽ ഒരിക്കൽ പരമാത്മഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ജീവാത്മാക്കളെല്ലാം തന്നെ അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി മാനവ ജന്മത്തിലൂടെ അഥവാ ജന്മജന്മാന്തരമായിരിക്കുന്ന കർമ്മങ്ങളിലൂടെ എന്തെല്ലാം അശുദ്ധികൾ അഥവാ വികർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, എന്തെല്ലാം മോശമായ കാര്യങ്ങൾ സങ്കല്പം കൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം അശുദ്ധികളായിക്കൊണ്ട്, മറ്റൊരു അശുദ്ധിയല്ല മനുഷ്യജന്മത്തിൻ്റെ അശുദ്ധി, തൻ്റെ കർമ്മം കൊണ്ട് സംഭവിച്ചു പോയ അശുദ്ധികൾ, ആ അശുദ്ധികളെ എല്ലാം തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി സ്വയം പരമാത്മാവാകുന്ന ആ പവിത്ര സൂര്യൻ്റെ മുന്നിൽ ജീവാത്മദേഹബോധത്തിനുപരിയായിക്കൊണ്ട് ഈ ദേഹം, ദേഹത്തിൻ്റെ ലോകം, ദേഹത്തിൻ്റെ പദാർത്ഥം, ദേഹത്തിൻ്റെ സ്ഥാനം, മാനം, ജനം, ധനം ഇവയ്ക്കൊക്കെ ഉപരിയായിക്കൊണ്ട് ഇതെല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് സ്വയം ഞാൻ ആത്മാ എന്നുള്ള സ്വരൂപത്തിലിരുന്ന് ഞാൻ എന്താണ് എൻ്റെ യഥാർത്ഥമായ സ്വരൂപം, ആ സ്വരൂപത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ആ പരമമായിരിക്കുന്ന ജ്യോതി പരമാത്മാ അഥവാ ഭഗവാനുമായിരിക്കുന്ന ബന്ധത്തിൽ ജീവാത്മ ഒഴുകുമ്പോൾ ലോകത്തിനവർ മരിച്ചു. ആ മരിച്ചിരിക്കുന്ന അവസ്ഥ അതാണ് യഥാർത്ഥമായിരിക്കുന്ന അടച്ചുപൂജ. അടച്ചുപൂജ കഴിഞ്ഞ ശേഷം നമ്മൾ തുറക്കുന്ന ദിവസമാണ് വിജയദശമി. വിജയം എല്ലാ രീതിയിലും ഒരു മനുഷ്യന് തൻ്റെ സമ്പൂർണ്ണ സമർപ്പണം മനസ്സ വാച കർമ്മണ ഇന്ദ്രിയങ്ങളുടെ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവിധ വിജയവും ഉണ്ടാവും. വിജയവും പല വിധത്തിലുണ്ട്. ആദ്യത്തെ വിജയം സ്വന്തം മനസ്സിൻ്റെ, സ്വന്തം സങ്കല്പങ്ങളുടെ, സ്വന്തം സംസ്കാരത്തിൻ്റെ മേലുള്ള വിജയമാണ്. ആ വിജയമാണ് സൂക്ഷ്മമായിരിക്കുന്ന വിജയം. നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ചിന്തിക്കാനും, വേണ്ടാത്തതിനെ മറക്കാനും, വേണ്ടതിനെ ഓർക്കാനും, വേണ്ട രീതിയിൽ നമ്മുടെ ബുദ്ധിയെ നയിക്കാനും സാധിക്കുന്ന ശക്തി, ഇതാണ് ഒന്നാമത്തെ വിജയം. രണ്ടാമത്തെ വിജയം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേലുള്ള വിജയം. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും, അരുതാത്തതിനെ വേണ്ടെന്ന് വെക്കാനും, വേണ്ടതിനെ ചെയ്യാനും നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ വിജയം. ഈ രണ്ട് വിജയം നേടുന്നവർ അവനവൻ്റെ അധികാരിയായി അഥവാ സ്വരാജ്യ അധികാരി എന്ന് പറയാം. ഈ രാജ്യത്തിൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാകുന്ന മനസ്സ്, ബുദ്ധി, സംസ്കാരത്തിൻ്റെ അധികാരി. ആ അധികാരിയാകുന്നവർ ദുർവികാരങ്ങൾക്ക് അധികാരിയായി കഴിഞ്ഞു. വാസ്തവത്തിൽ അസുരന്മാരെന്ന് വെച്ചാൽ അർത്ഥം വേറെ എവിടുന്നും വരുന്നവരല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാമക്രോധ ലോഭമോഹ അഹങ്കാരാദി ദുർവികാരങ്ങളാണ് ഏറ്റവും വലിയതായിരിക്കുന്ന അസുരന്മാർ. അതുകൊണ്ട് ആ അസുര നിഗ്രഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ദുർവികാരങ്ങൾക്ക് പകരം സദ്ഗുണങ്ങൾ ഉണർന്നു വരണം. ആ സദ്ഗുണങ്ങൾ ഉണർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ജീവിതത്തിൽ എന്ത് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നേടാൻ സാധിക്കും. ആന്തരികമായിരിക്കുന്ന വിജയം വരിക്കുന്ന ഒരാൾക്ക്, തൻ്റെ സങ്കല്പത്തിന് മേലെ അധികാരം സ്ഥാപിച്ച ഒരാൾക്ക്, തൻ്റെ സംസ്കാരത്തിൻ്റെ മേലെ അധികാരിയായ ഒരാൾക്ക് ഈ സൃഷ്ടിയിൽ അവരെന്താഗ്രഹിക്കുന്നു അത് നേടാനായിട്ട് സാധിക്കും. അഥവാ മൻജീത്തെ ജഗജ്ജീത്ത് എന്ന് പറയും. മനസ്സിന് ജയിച്ചോ ഈ ജഗത്തിനെ ജയിക്കാൻ സാധിക്കും. അങ്ങനെ യഥാർത്ഥമായിരിക്കുന്ന വിജയം, എല്ലാ രീതിയിലുള്ളതായിരിക്കുന്ന വിജയം, മനസ്സിൻ്റെ മേലുള്ള വിജയം, സംസ്കാരങ്ങൾക്ക് മേലുള്ളതായിരിക്കുന്ന വിജയം, ദുർവികാരങ്ങളാകുന്ന അസുരന്മാർക്ക് മേലുള്ളതായിരിക്കുന്ന വിജയം, തൻ്റെ ജീവിതത്തിലെ സദാകാല വിജയം, അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ വിജയങ്ങളും നേടാൻ സ്വയം അടച്ചുപൂജ എന്ന് ചേർത്തം അന്തർനേത്രത്തിലൂടെ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് പരമാത്മാവായിരിക്കുന്ന സമാഗമം, അതിനു മുന്ന് സമ്പൂർണ്ണ സമർപ്പണം, ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പണം, സ്വയം പരമാത്മാവായിട്ടുള്ള സമാഗമത്തിലുള്ളതായിട്ടുള്ള അടച്ചുപൂജ, അത് കഴിഞ്ഞ ശേഷം പൂർണ്ണമായിരിക്കുന്ന വിജയം. ഇങ്ങനെ സൃഷ്ടിയിൽ ഈശ്വരൻ അവതരിക്കുന്ന സമയത്ത് ജീവാത്മാക്കൾ ഭഗവാന്റെ മുന്നിൽ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ പൂർണ്ണ വിജയം നേടി. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും വിജയദശമിക്ക് സമർപ്പിക്കുന്നു, അടച്ചുപൂജ നടത്തുന്നു. അത് കഴിഞ്ഞ ശേഷം സന്തോഷത്തോടെ വിജയദശമി ആഘോഷിക്കുന്നു. നിങ്ങളുടെ ജീവിതം സദാ വിജയം കൊണ്ട് നിറഞ്ഞതാവട്ടെ, എന്നും വിജയദശമിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി.